ഇടുക്കി കുമളിയിൽ ആദിവാസി യുവാവിനെ കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ ഇടുക്കി എസ്.പിയുടെ നിർദ്ദേശം. മന്നാക്കുടി സ്വദേശിയായ അയ്യപ്പനെ മെയ് മാസം 12-ാം തീയതി മുതലാണ് കാണാതായത്. 24 ഈ വാർത്ത കൊടുത്തിരുന്നു. ഈ വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 24 ഇമ്പാക്റ്റിൻ്റെ വാർത്തയുമായി രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, എന്താണ് വിശദാംശങ്ങൾ? പറയൂ. ഇദ്ദേഹത്തിനെ കാണാതായ വാർത്ത രാഹുൽ വിജയൻ തന്നെയാണ് പ്രക്ഷേപിച്ചിരുന്നത്. രാഹുൽ വിജയൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം പോലീസ് കാര്യമായ അന്വേഷണം നടത്തി. എന്തായാലും അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്വേഷണം ഊർജിതമാക്കണം എന്നാണ് ഇപ്പോൾ എസ്.പി നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ ചേരുന്നു. നമ്മൾ അദ്ദേഹത്തെ കോളിൽ വിളിച്ചു. കോൾ ചെറുതായിട്ടൊന്ന് കട്ടായി തോന്നുന്നു. ഇപ്പോൾ രാഹുൽ വിജയൻ ഏത് രീതിയിലുള്ള അന്വേഷണം ഊർജിതമാക്കണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇദ്ദേഹം നടന്ന് ഇത്തരം വേഗത്തിൽ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? തീർച്ചയായും ഇപ്പോഴും ഈ അയ്യപ്പന്റെ തിരോധാനത്തിൽ ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. മെയ് 12-നാണ് ഈ അയ്യപ്പനെ കാണാതാകുന്നത്. തുടർന്ന് ഈ കുടുംബം, അയ്യപ്പന്റെ ഭാര്യയും മകനും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ 57 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഈ അയ്യപ്പനെ കണ്ടെത്തുന്നതിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത്. പോലീസ് അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്നു. കുമളി പോലീസാണ് ഈ അയ്യപ്പന്റെ തിരോധാന കേസ് അന്വേഷിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ പോലീസ് നായയുടെ ഉൾപ്പെടെ സഹായത്തോടെ അന്വേഷണം നടത്തി. ചില സംശയങ്ങളൊക്കെ പറഞ്ഞ് വീടുകളിലൊക്കെ പരിശോധന നടത്തി. മാത്രമല്ല മരണത്തിന്റെ സഹായത്തോടെ അയ്യപ്പൻ കാട്ടിൽ പോകാനുള്ള സാധ്യത ഉൾപ്പെടെ തെരഞ്ഞതാണ്. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ വീട്ടുകാർ ഒരു ആരോപണം ഉന്നയിച്ചത് ഈ അയ്യപ്പന്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവുമായി അയ്യപ്പൻ ഈ സംഭവം ഉണ്ടായ ദിവസം, അയ്യപ്പനെ കാണാതായ ദിവസം പോയി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ആ ബന്ധുക്കളോടൊക്കെ ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ മറുപടിയായി നൽകുകയും ചെയ്തു. മാത്രമല്ല അയ്യപ്പന്റെ ഫോൺ ഈ സഹോദരിയുടെ മകളുടെ വീട്ടിൽ മറന്നു വെക്കുകയും ചെയ്തു. അതെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അയ്യപ്പന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 30 രൂപയും മേടിച്ച് മെയ് 12-ാം തീയതി ഈ അയ്യപ്പൻ പോകുന്നത്. ആ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്തത്. പിന്നീട് എങ്ങോട്ടേക്ക് പോയി, എവിടെയാണ് എന്നുള്ള യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. പോലീസ് പ്രധാനമായും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ അയ്യപ്പനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന യാതൊരു സൂചനകളും ലഭിച്ചിട്ടില്ല. മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഇല്ലാത്തതിനാൽ അതൊക്കെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. അതുകൊണ്ടാണ് അന്വേഷണം ഒരു കാര്യക്ഷമമല്ലാതെ മുന്നോട്ട് പോയിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് ശേഷം ഇടുക്കി എസ്.പിയുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ അയ്യപ്പന്റെ തിരോധാനം അന്വേഷിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാകണമെന്നും എസ്.പി നിർദ്ദേശിച്ചിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും ഇദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും. ഒരു വാർത്തയുടെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ഇത്.